അത്രയും ദീർഘദർശനം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് 21ാം സ്ഥാനത്തിലേക്ക് മാറാൻ എന്താ കാരണം? നീ ആരോടാ കളിക്കുന്നറിയാവോ? മന്ത്രിയോടാ. ആണോ? എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും എതിർത്ത് ആളവിടെ മോശക്കാരനാക്കി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു അജണ്ട. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? നോ റീസൺ. ഇപ്പൊ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും കാശ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നമാണിത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അങ്ങനെ പറഞ്ഞയക്കുന്ന ഒരു അന്തരീക്ഷം മാറ്റി കാണുന്ന ഭാവി തലമുറക്ക് ജോലി കൊടുക്കുന്ന അത് ഇവിടുത്തെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായി നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ്. അതൊന്നും എനിക്കറിയാൻ മേല. എന്നാ അറിയണം. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ തെയ്യുണ്ടി. നമ്മളിവിടെ ചെയ്താൽ മാത്രമേ കേരളം ഈ 21ൽ നിന്ന് 10ലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോൾ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ ഫാക്ടറികളൊക്കെ ഒന്ന് എവിടെ പോയി? ഇതുപോലൊരു നാറിയ ഭരണം. എത്ര ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് ഇപ്പൊ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ്. ഞാനിപ്പോ അടുത്ത പ്രാവശ്യം വാരാണസി പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അവർ ഫാക്ടറി വാസ് ഇൻ യുവർ സ്റ്റേറ്റ് കേരള. Then we brought here and modernized the factory. Now about 900 people working. ഉറപ്പാണ് വികസനം, ഉറപ്പാണ് LDF. അങ്ങനെയുള്ള വലിയ ഫാക്ടറികൾ എല്ലാം പൂട്ടിപ്പോവുകയും വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്തു. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ യങ് ജനറേഷൻ വരെയാണ്. അവർക്ക് ജോലി കൊടുക്കേണ്ട ചുമതല അവിടുത്തെ രാജകുടുംബാംഗങ്ങൾക്കും അവിടുത്തെ ഭരണകർത്താക്കൾക്കുമാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. ഇപ്പൊ സൗദി അറേബ്യയിൽ ഈ സൗദിയെ ശേഷം വന്നപ്പോൾ ഏറ്റവും പോന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യക്കാരാണ്. അതിൽ കൂടുതലും മലയാളികളാണ്. എത്ര ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് ഇപ്പൊ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ്. ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.